കോമഡി ഹൊറർ ചിത്രങ്ങൾ കാണാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇടയ്ക്കിടെ പേടിക്കാനും ഇടയ്ക്കിടെ ചിരിക്കാനും നല്ല രസമാണ്. എന്തായാലും ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ രസകരമായ സോറി അബൌട്ട് ദ ഡീമൻ എന്ന 2022 റിലീസായ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കഥയാണ്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് ഒരു കുടുംബത്തിലെ അംഗങ്ങളൊക്കെ അവരവരുടെ റൂമിൽ കിടന്ന് ഉറങ്ങുന്നത് കാണിച്ചുകൊണ്ടാണ്. സമയം ഏകദേശം നട്ടപ്പാതിരാത്രി 3 മണിയോടടുത്തിട്ടുണ്ട്. ആ സമയത്ത് ആ വീട്ടിലെ കൊച്ചുകുട്ടിയായ ഗ്രേസിന്റെ മുറിയിൽ നിന്ന് നിലവിളി ശബ്ദം കേട്ട് ഗ്രേസിന്റെ അച്ഛനും അമ്മയും സഹോദരനും ഓടി മുറിയിലേക്ക് എത്തുന്നു. അവർ അവിടെ കാണുന്ന കാഴ്ച ഗ്രേസിന്റെ ദേഹത്ത് ബാധ കൂടിയിരിക്കുന്നതാണ്. ആകെ പൈശാചിക ഭാവത്തിൽ ഗ്രേസ് അവിടെ ഇരിക്കുമ്പോൾ മകളെ വിട്ടു തരണമെന്ന് അവളുടെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്ന പൈശാചിക ശക്തിയോട് ഇവർ ആവശ്യപ്പെടുന്നു. ഒപ്പം തന്നെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായി എന്താണ് തങ്ങൾ പകരം ചെയ്യേണ്ടതെന്ന് അവർ ചോദിക്കുന്ന സമയത്ത് എനിക്കൊരു മനുഷ്യനെ ബലി നൽകണമെന്നാണ് ആ പൈശാചിക ശക്തി ഇവരോട് ആവശ്യപ്പെടുന്നത്. എന്തായാലും നരബലി നടത്താമെന്ന് ആ കുടുംബം സമ്മതിച്ച ഉടമ്പടി പ്രകാരം ആ പൈശാചിക ശക്തി തൽക്കാലം ആ പെൺകുട്ടിയെ വിട്ടുപോകുന്നു. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ നമ്മുടെ കഥാനായകനായ വില്ലിനെ കാണാം. വിൽ ഒരു ടൂത്ത് പേസ്റ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ആ പേസ്റ്റിലാണെങ്കിൽ ഉപ്പിന്റെ ഘോഷയാത്ര ആയതുകൊണ്ട് തന്നെ അധികം പേർക്കൊന്നും ആ പേസ്റ്റ് വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ വലിയ കച്ചവടമൊന്നും ഇല്ലാത്ത പൊട്ടിപ്പാളീസാകാറിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഈ ജോലി കളഞ്ഞാൽ മറ്റു ജോലി കിട്ടിയില്ലെങ്കിലോ എന്ന പേടിയിൽ അവിടെ തന്നെ കടിച്ചു തൂങ്ങി കിടക്കുകയാണ് വില്ല്. അവൻ അതുകൊണ്ട് തന്നെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളും വർക്ക് പ്രഷറും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. വില്ലിനാണെങ്കിൽ എയ്മി എന്ന ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഒരു സൈഡിലൂടെ തന്റേതായ പ്രശ്നങ്ങൾ ഒന്നുകൂടുന്ന വില്ലിന് അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കാനായിട്ട് സമയമൊന്നും കിട്ടുന്നില്ല. എയ്മിക്ക് അവളെ തീരെ ശ്രദ്ധിക്കാത്ത, അവൾക്ക് വേണ്ടി ഒരു സെക്കൻഡ് പോലും മാറ്റി വെക്കാനില്ലാത്ത വില്ലിനോട് ദേഷ്യം വരികയും ഈ ബന്ധം ഞാൻ അങ്ങ് അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവനോട് പിണങ്ങി അവൾ ഇറങ്ങി പോവുകയും ചെയ്യുന്നു. അങ്ങനെ എയ്മി ഇട്ടിട്ട് പോയ വിൽ അടുത്ത ദിവസം തന്നെ അവിടെ നിന്ന് മാറി താമസിക്കാൻ തീരുമാനിക്കുകയാണ്. അവൻ ഇപ്പോ ഒരു ബാച്ചിലർ ആയതുകൊണ്ട് തന്നെ അവന് ഒരു റൂമിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു മുറി മാത്രം വാടകയ്ക്ക് കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന അവൻ വന്നു പെടുന്നത് നമ്മൾ കണ്ടില്ല, നട്ടപ്പാതിരയ്ക്ക് പ്രേതം കയറിയ ഫാമിലി, അവിടേക്കാണ്. അവരാണെങ്കിൽ ഗൂഢമായ കണക്കുകൂട്ടലുകൾ കൊണ്ട് ഒരു മുറി മാത്രം അന്വേഷിച്ചു വന്ന വില്ലിനെ ആ വീട് മുഴുവൻ ഏൽപ്പിച്ച് ജീവനും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇവര് ജീവനും കൊണ്ട് ഓടുന്നതാണോ ഇനി ആരുടെയും ജീവൻ എടുക്കാനുള്ള പ്ലാൻ ആണോ എന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും അങ്ങനെ ആ വീട്ടില് വിൽ താമസം ആരംഭിക്കുന്നു. അവൻ എയ്മിയുടെ മെസ്സേജ് വരുന്നു. അവന്റെ പുതിയ അഡ്രസ്സാണ് അവൾ ചോദിച്ചിരിക്കുന്നത്. എന്തായാലും പിന്നീട് തന്നെ ഇട്ടിട്ട് പോയവള് എന്തുകൊണ്ട് അഡ്രസ്സ് ചോദിക്കുന്നു എന്ന് അവൻ ചിന്തിക്കുന്നുണ്ട്. വിൽ വർക്കൗട്ട് ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവന്റെ പിറകിലുണ്ടായിരുന്ന ആ ഒരു കതക് തനിയെ തുറക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. എന്താണെന്ന് നോക്കാനായി അവൻ പോകുന്ന സമയം അവിടെ ഉണ്ടായിരുന്ന കണ്ണാടിയിൽ നമുക്കൊരു പെൺകുട്ടിയുടെ ആത്മാവിനെ കാണാം. പക്ഷെ വില്ലത് കണ്ടില്ല കേട്ടോ. എന്തായാലും ആ സമയത്ത് അവിടേക്ക് ഹേമി എത്തുന്നു. വണ്ടിയുടെ ഹോണടി ശബ്ദം കേട്ട് വില്ല് ചെന്ന് നോക്കുമ്പോഴേക്കും ഹേമി അവിടെ ഒരു ബോക്സ് വെച്ചിട്ട് ഇവനെ മൈൻഡ് ആക്കാതെ പോവാണ്. ആ ബോക്സില് വില്ലിന്റെ കമ്പനിയുടെ ടൂത്ത് പേസ്റ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. അവൾ അഡ്രസ്സ് ചോദിച്ചത് ഇതിവനെ ഏൽപ്പിക്കാനായിട്ടാണ്. അവളുടെ താമസ സ്ഥലത്തായിരുന്നു ഇതിരുന്നത്, അല്ലാതെ ഇവനോട് വീണ്ടും കൂട്ടുകൂടാനായിട്ടായിരുന്നില്ല. എന്തായാലും അവൻ ആ ബോക്സ് ബേസ്മെന്റിൽ കൊണ്ടുവയ്ക്കാനായി പോകുന്നു. അങ്ങനെ പിന്നീട് അവൻ ഉറങ്ങാനായി കിടക്കാണ്. വെളുപ്പിന് 3:15 ആകുന്ന സമയം ഒരു ശബ്ദം നമുക്ക് കേൾക്കാം. വിൽ, നീയാണ് എന്റെ ബലിമൃഗം എന്നാണ് ആ ഒരു പൈശാചികത നിറഞ്ഞ ശബ്ദം പറയുന്നത്. ഒപ്പം തന്നെ കതക് നല്ല ശക്തിയിൽ അടയുന്ന ശബ്ദവും. എന്തായാലും ഇത് കേട്ടുകൊണ്ടിരുന്ന വിൽ നേരെ ബേസ്മെന്റിലേക്ക് എന്താണെന്ന് നോക്കാനായി പോകുന്നു. ആ സമയത്ത് അവൻ അവിടെ ഒരു ഹെഡ്ഫോൺ കാണുകയാണ്. അതിൽ നിന്നാണ് ഈ ശബ്ദം വരുന്നതെന്ന് മനസ്സിലാക്കുന്ന അവൻ അത് ചെവിയിൽ എടുത്തു വെക്കുമ്പോ പെട്ടെന്ന് ആ ഒരു ശബ്ദം മാറി ഒരു സിനിമ പാട്ട് പ്ലേ ആവുകയാണ്. ചുമ്മാ നട്ടപ്പാതിരയ്ക്ക് മനുഷ്യന്റെ ഉറക്കം കളയാൻ ഓരോന്നും പറഞ്ഞ് അവൻ വീണ്ടും ഉറങ്ങാനായി പോയി കിടക്കുന്നു. പക്ഷെ വീണ്ടും ശബ്ദങ്ങൾ കേൾക്കാണ്. അവനെ ആരോ കട്ടിലയിൽ നിന്ന് താഴെ ഇട്ട ഒരു ഫീലും. താഴെ വീഴുന്ന അവൻ ഇവിടെ തന്നെ കിടക്കാന്നോർത്ത് വീണ്ടും കിടക്കുമ്പോ കട്ടിലിനടിയിൽ നിന്ന് ഒരു കൈ എത്തി അവനെ ആക്രമിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും അവൻ ചാടി എഴുന്നേൽക്കുന്നു. നേരം വെളുത്തത് കൊണ്ട് തന്നെ ഇനി കിടക്കുന്നില്ല എന്നവൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം പാചകം ചെയ്യാനായി കിച്ചണിലേക്ക് പോകുന്ന അവൻ അവിടെ ഓവനിൽ അവന് വേണ്ടി ആരോ കേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണുന്നു. ആ കേക്കിന്റെ പുറത്ത് നിന്റെ ആത്മാവ് എനിക്കുള്ളതാണെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് പേടിക്കുന്ന വിൽ അവന്റെ കൂട്ടുകാരനായ പാട്രിക്കിനെ വിളിക്കുന്നു. പാട്രിക് ഉടനെ തന്നെ നമുക്ക് പോലീസിനെ വിളിക്കാന്നും പറഞ്ഞു ഫോൺ എടുക്കുമ്പോ പാട്രിക്കിനെ തടഞ്ഞുകൊണ്ട് വില്ല് പോലീസിനെ വിളിച്ചിട്ട് എന്തു പറയുമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്ന കാര്യം എയ്മിക്ക് മാത്രമാണ് അറിയാവുന്നത്. ഒരു പക്ഷെ അവളെ എനിക്കിട്ട് പണി തരാനായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കാമല്ലോ എന്ന് വിൽ പറയുമ്പോ എയ്മി നിന്നെ ഉപേക്ഷിച്ചു പോയതാ. അവൾ ഇനി നിന്റെ പുറകെ നടന്ന സമയം കളയൊന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പണി തരാനായിട്ടാണെങ്കിലും സ്നേഹിക്കാനായിട്ടാണെങ്കിലും എന്ന് പാട്രിക് പറയുമ്പോ വില്ലാകെ ഡിസപ്പോയിന്റഡ് ആകുന്നുണ്ട്. എന്തായാലും അങ്ങനെ പിന്നീട് പാട്രിക് അവിടെ നിന്ന് പോകുന്നു. ഈ ടീം ഒറ്റയ്ക്കാകുന്ന വിൽ വീണ്ടും അവിടെ അമാനുഷികമായ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാണ്.
അവന്റെ തൊട്ടുപുറകിലായി ചില നിഴൽ രൂപങ്ങളൊക്കെ കാണുന്ന അവൻ അതെന്താണെന്ന് നോക്കുന്നുണ്ടെങ്കിലും ആരെയും കാണുന്നില്ല. ഒടുക്കം വീണ്ടും കഴിഞ്ഞ ദിവസം കേട്ട പോലത്തെ തന്നെ ശബ്ദങ്ങൾ കേൾക്കുന്നു. അതെന്താണെന്ന് അന്വേഷിച്ച് ആ വീട് മുഴുവൻ ചുറ്റി നടന്ന് അവനൊടുക്കം ചില ആത്മാക്കളെ അവിടെ കാണുകയാണ്. ഇത് കണ്ട് അവൻ ആകെ ഭയപ്പെടുന്നു. കാരണം ഒന്നോ രണ്ടോ ആയിരുന്നില്ല, അതിൽ കൂടുതൽ പ്രേതാത്മാക്കൾ ആ വീട്ടിലുണ്ടായിരുന്നു. അവരാണെങ്കിൽ പല രീതിയിൽ കേക്ക് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ച് ഈ വീട് വിട്ടു പോ, നീ യോഗ്യത ഇല്ലാത്തവനാ, ഇവിടെ നിന്റെ ആവശ്യമില്ല, ബലി നൽകാൻ പോലും നിന്നെ കൊള്ളൂല എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടാകെ പേടിക്കുന്ന അവൻ വീട് വിട്ട് വെളിയിലേക്ക് ഇറങ്ങുന്നു. ആ സമയം വണ്ടിയിലിരുന്ന് ജനാലയിലേക്ക് നോക്കുന്ന അവൻ കാണുന്നത് അവന്റെ ഡ്രസ്സ് ധരിച്ച ഒരു പ്രേതം അവന് ടാറ്റ കൊടുക്കുന്നതാണ്. എന്തായാലും അങ്ങനെ അവൻ അവിടെ നിന്ന് നേരെ ചെല്ലുന്നത് എയ്മിയുടെ അടുത്തേക്കാണ്, അതായത് അവൻ മുന്നേ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക്. പക്ഷെ അവിടെ എത്തുമ്പോൾ എയ്മിക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇവര് തമ്മിൽ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞ് വില്ലിന് കിട്ടിയത് കുറച്ച് പ്രേതങ്ങളെ ആണെങ്കിൽ എയ്മി ആ ഒരു സമയം കൃത്യം ഉപയോഗിച്ച് പുതിയ ലൈൻ സെറ്റ് ആക്കി. അങ്ങനെ ഇനി ഇവിടെ തനിക്ക് സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കുന്ന വിൽ ആകെ സങ്കടപ്പെട്ട് ഇനി അവന് പോകാൻ മറ്റിടമൊന്നും ഇല്ലാത്തത് കൊണ്ട് തിരിച്ച് ഈ വീട്ടിലേക്ക് തന്നെ വരുന്നു. പ്രേതങ്ങൾ ഇവനെ കണ്ടപാടെ നിന്നെ ഈ പരിസരത്ത് കണ്ടുപോരുതെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പോകാൻ മറ്റൊരിടമില്ല, എന്നെ ഇവിടെ താമസിപ്പിക്കണമെന്ന് അവൻ കെഞ്ചാണ്. ഈ സമയം എസ്സോ നോയോ പറയാതെ പ്രേതാത്മാക്കൾ അവിടെ നിന്ന് മാഞ്ഞു പോകുന്നു. പിന്നീട് പാട്രിക്കിനെ കാണുന്ന വിൽ ഈ കാര്യങ്ങളെ പറ്റി പറയാണ്. ഈ സമയത്താണ് അവിടേക്ക് പാട്രിക്കിന്റെ ഒരു സുഹൃത്തായ എയ്മി എത്തുന്നത്. എയ്മിയോട് വില്ലിന്റെ ഈ കാര്യങ്ങളൊക്കെ പറയാണ്. എയ്മി പ്രേതമുള്ള വീടുകളൊക്കെ പോയി പ്രേതങ്ങളെ ഓടിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. എയ്മി അതുകൊണ്ട് തന്നെ വില്ലിന്റെ കൂടെ വിൽ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തുന്നു. ഒപ്പം പാട്രിക്കുമുണ്ട്. മിക്ക ദിവസങ്ങളിലും 3:15 ആകുമ്പോഴാണ് പ്രേതത്തിന്റെ പരിപാടി തുടങ്ങുന്നത്. ചില ദിവസങ്ങളിൽ അവറ്റകൾക്ക് തോന്നുമ്പോ തുടങ്ങുമെന്നെല്ലാം വിൽ പറയുമ്പോൾ എയ്മി ചില മന്ത്രങ്ങളൊക്കെ കൊണ്ട് ഇവിടെ പ്രേതാത്മാവിന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നു. എന്തായാലും ഓടിക്കാനായിട്ട് കുറച്ച് ഉപ്പ് വേണമെന്ന് അവള് പറഞ്ഞതിനെ തുടർന്ന് വിൽ അവൾക്ക് ഉപ്പൊക്കെ എടുത്ത് നൽകുകയാണ്. ആദ്യം തന്നെ നമുക്ക് ഈ വീട്ടിലെ ചെറിയ പെൺകുട്ടിയുടെ മുറിയിൽ നിന്ന് തുടങ്ങാം. അതാണ് അതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞ് എയ്മി ഇവരുമായി ആ റൂമിലേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് ഉപ്പൊക്കെ വിതറി മന്ത്രങ്ങൾ ചെയ്യുന്ന അവൾക്ക് ഇവിടെ ഒരു പ്രേതമല്ല ഉള്ളത്, ഒരു ഡീമൻ ആണെന്ന് മനസ്സിലാവുന്നു. അപ്പോഴേക്കും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അതെന്താണെന്ന് നോക്കാനായി പാട്രിക് അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം എയ്മി ആകെ കുഴഞ്ഞ് താഴെ വീഴുന്നു. പ്രേതങ്ങളെ ഓടിച്ച് ശീലമുള്ള അവൾക്ക് ഡീമൻ എന്നത് കുറച്ച് ഹൈ ലെവൽ കാര്യമാണെന്ന് അവൾ വില്ലിനോട് പറഞ്ഞാണ് ഈ താഴെ വീഴുന്നത്. എയ്മിക്ക് എന്ത് പറ്റിയെന്ന് പേടിക്കുന്ന വിൽ പാട്രിക്കിനെ നോക്കാനായി പോകുമ്പോ അവന്റെ ദേഹത്ത് ഡീമൻ അപ്പോഴേക്കും പൊസസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നീ നിന്റെ കൂട്ടുകാരെ ഇവിടേക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു, നിന്റെ ശരീരം മാത്രമേ എനിക്ക് വേണ്ടാതെയുള്ളൂ, പക്ഷെ നിന്റെ കൂട്ടുകാരെ ഞാൻ പൊസസ് ചെയ്യുമെന്ന് പാട്രിക്കിന്റെ ശരീരത്തുള്ള ഡീമൻ പറയുന്നു. ഈ പിശാശിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് കുറച്ച് നെർഡ് ആയിട്ടുള്ള, അതായത് കോമാളിത്തരങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെയുള്ള ഒരാളെയാണ് തന്റെ ഇരയായി കണക്ക് കൂട്ടുന്നത്. വിൽ കുറച്ച് ജെന്റിൽമാൻ ആണ്, അതുകൊണ്ട് അവനെ ഡീമന് വലിയ ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും അങ്ങനെ പൊസസ് ആയ പാട്രിക് വില്ലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് മയക്കത്തിലായിരുന്ന എയ്മി എഴുന്നേറ്റ് വരുന്നു. അവൾക്ക് ഡീമനെ കംപ്ലീറ്റ് ആയി ഓടിക്കാൻ കഴിയില്ലെങ്കിലും പാട്രിക്കിന്റെ ശരീരത്തിൽ നിന്ന് ഓടിക്കാനായി അവളുടെ മന്ത്രങ്ങൾ കൊണ്ട് സാധിക്കുന്നു. അങ്ങനെ ഇവർ പുറത്തേക്ക് വരുമ്പോൾ പാട്രിക് വില്ലിനെ കൂടെ വരാനായി വിളിക്കുന്നുണ്ട്. ഇവിടെ നിൽക്കണ്ട എന്ന് പാട്രിക് പറയുമ്പോൾ അത് കേൾക്കാതെ ഞാൻ ഇവിടെ തന്നെ ഇപ്പൊ നിൽക്കാൻ പോകുന്നത്, ഈ ഡീമൻ ഈ വീട് വിട്ട് പുറത്തേക്ക് പോയി മറ്റാരുടെങ്കിലും ശരീരത്തിൽ പ്രവേശിച്ചാൽ അത് വലിയ പ്രശ്നമാകും, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്ന് അങ്ങനെ സംഭവിക്കാതെ നോക്കുമെന്നാണ് വിൽ പറയുന്നത്. ഇതിന്റെ ഇടയിൽ മുന്നേ പാട്രിക് വില്ലിനെ ആക്രമിച്ചപ്പോ വില്ലിന്റെ കയ്യിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാട്രിക് അവനോട് നീ എന്തായാലും ഇപ്പൊ എന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വാ, അത് കഴിഞ്ഞ് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെ വിൽ ഹോസ്പിറ്റലിലേക്ക് പോയി ട്രീറ്റ്മെന്റ് എടുക്കുന്നു. പിന്നീട് അവൻ തിരിച്ചെത്തുമ്പോ അവന്റെ ആ ഒരു പ്രേതാലയത്തിന്റെ മുന്നിൽ എയ്മി നിൽപ്പുണ്ടായിരുന്നു. പാട്രിക് വഴി വില്ലിന് എന്തോ അപകടം സംഭവിച്ചു എന്ന് അറിഞ്ഞതുകൊണ്ടാണ് അവനെ കാണാനായി ഇവൾ എത്തിയിരിക്കുന്നത്. എയ്മി ഇവിടെ കണ്ടപാടെ വില്ലിന് അവളെ പറഞ്ഞു വിടാനായിരുന്നു ധൃതി, അല്ലെങ്കിൽ അവൾക്കും എന്തെങ്കിലും സംഭവിച്ചാലോ എന്നാണ് വിൽ പേടിക്കുന്നത്. പക്ഷെ എയ്മി നിർബന്ധം പിടിച്ച് അവന്റെ കൂടെ വീട്ടിനകത്തേക്ക് കയറുന്നു. വീട്ടിനകത്തേക്ക് കയറിയ പാടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും സംഭവിക്കുന്ന മട്ട് തോന്നാത്ത വിൽ എന്നാ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നു എന്ന് ചോദിക്കുന്നു. അങ്ങനെ അന്ന് രാത്രി രണ്ടുപേരും ഒന്നിച്ച് കുറെ നേരം സംസാരിക്കുന്നു. അങ്ങനെ അവർക്കിടയിൽ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകളെല്ലാം മാറി അവർ ഒന്നാവുകയാണ്. ഈ സമയത്ത് നമുക്ക് വീണ്ടും പ്രേതാത്മാവ് അത് നോക്കി നിൽക്കുന്നതായി കാണാം. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഉറക്കം എണ്ണിക്കുന്ന വിൽ തന്റെ തൊട്ടടുത്ത് കിടക്കുന്ന എയ്മിയോട് ഈ വീട് നീ കരുതുന്നത് പോലെ അത്ര നല്ല വീടൊന്നും അല്ല, ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴാണ് എയ്മിയുടെ ദേഹത്തേക്കും ബാധ കയറി എന്ന് മനസ്സിലാവുന്നത്. വില്ലിനെ ഒഴിച്ച് ബാക്കി ആരിവിടെ വന്നാലും അവരെ ഈ ഡീമൻ പൊസസ് ചെയ്യുന്നുണ്ട്. ഡീമൻ വില്ലിനെ ഇട്ട് കുറെ കൊടയുന്നു. ഒടുക്കം തന്റെ ജോലിയുടെ സമയമാകുമ്പോ സഹികെട്ട് വില്ല് ആ ഡീമനെ പിടിച്ച് ഒരുവിധം കെട്ടിയിടുകയാണ്. എന്നിട്ടാണ് തന്റെ ബോസുമായുള്ള കോൺഫറൻസ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ ഈ ഡീമൻ കിടന്ന ഓരോ പ്രശ്നമൊക്കെ ഉണ്ടാക്കി ആ കോൾ ഇവന് മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കാതെ ബോസിന്റെ വായിലിരിക്കുന്ന എല്ലാം കേൾക്കുന്നു. ഇവനെ ഫയർ ചെയ്യുമെന്നും പറഞ്ഞാണ് ബോസ് കോള് കട്ട് ചെയ്യുന്നത്. അങ്ങനെ ആകെ മൊത്തത്തില് ജോലിയും പോയി, തന്റെ ഗേൾ ഫ്രണ്ടും ഈ പരുവത്തിലായി, താമസിക്കാനെത്തിയ വീടും ഇങ്ങനെയായി എന്നാകെ വില്ല് പെട്ടിരിക്കുമ്പോ കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം. ചെന്ന് നോക്കുമ്പോ പാട്രിക്കിന്റെ കൂട്ടുകാരിയായ എയ്മിയുമാണ് വന്നിരിക്കുന്നത്. അകത്ത് നമ്മുടെ
നമ്മുടെ വില്ലിന്റെ ഗേൾഫ്രണ്ട് എയ്മി ഈ പരുവത്തിൽ ഇരിക്കുന്നത് കണ്ട് പാട്രിക് നീ എന്തോ പണിയായി കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് അവനോട് ചോദിക്കുന്നു. വെളുപ്പിനെ 3:15 ആകുന്നതിന് മുന്നേ എയ്മിയുടെ ശരീരത്തിൽ നിന്ന് ആ ഡീമനെ പുറത്ത് ചാടിച്ചില്ലെങ്കിൽ എയ്മിയുടെ ആത്മാവുമായി ആ ഡീമൻ നരകത്തിലേക്ക് പോകുന്നതായിരിക്കുമെന്ന് ഈ എയ്മി പറയുന്നു. അങ്ങനെ അവർ അതിനു വേണ്ട ചടങ്ങുകൾ ആരംഭിക്കാനായി അകത്തേക്ക് വരുമ്പോ കസാരയിൽ കെട്ടിയിട്ടിരുന്ന എയ്മിയെ കാണുന്നില്ല. അവൾ എവിടെ പോയി നിവർ തപ്പുമ്പോഴാണ് ഈ വീടിന്റെ ഉടമകളായ ആ ഭാര്യയും ഭർത്താവും അവരുടെ 2 മക്കളും അവിടേക്ക് എത്തുന്നത്. വിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുമ്പോ ഈ കാര്യങ്ങളൊക്കെ തങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നും തന്റെ മകളുടെ ശരീരത്തിൽ പ്രവേശിച്ച ആ ഡീമനെ പുറത്താക്കി മകളെ രക്ഷിക്കാനായിട്ടാണ് മനഃപൂർവ്വം ഈ വീട് ഡീമന് ബലിയായി താൻ കണ്ടുവച്ച വില്ലിന്റെ തലയിൽ കെട്ടിവെച്ചതെന്നെല്ലാം അയാൾ പറയുന്നു. എയ്മി എങ്ങനെയും രക്ഷിക്കണം, എന്റെ ജീവൻ പോയാലും എനിക്കത് വിഷയമല്ല എന്നെല്ലാം പറയുന്ന വില്ല് ഈ ഫാമിലിയോട് സഹായം ചോദിക്കുമ്പോൾ സഹായിക്കില്ലെന്ന് അവർ പറയുന്നുണ്ട്. ഈ സമയത്ത് ബേസ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഓടിയെത്തുന്ന പൊസസ്ഡ് ആയ എയ്മി വില്ലിനെ അങ്ങോട്ടേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. ഇത് കാണുന്ന പാട്രിക്കിന്റെ കൂട്ടുകാരിയായ എയ്മി എത്രയും പെട്ടെന്ന് നമ്മൾ ഒന്നിച്ച് ഇതിനു വേണ്ട ചടങ്ങുകൾ ചെയ്ത് ആ ഡീമനെ ഇവിടെ നിന്ന് ഓടിക്കണം. ഈ വീട്ടിൽ ഡീമൻ മാത്രമല്ല ചില പ്രേതാത്മാക്കളും ഉണ്ട്. ആ പ്രേതാത്മാക്കളെ ഈ ഡീമൻ പൊസസ് ചെയ്ത് അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. ആ ഒരു ലിങ്ക് നമ്മൾ കട്ട് ചെയ്യണം. അതിനായി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും ഒത്തൊരുമിച്ച് ഓജോ ബോർഡ് കളിക്കുകയാണ്. അങ്ങനെ ആത്മാക്കളുമായി ഒരു കോണ്ടാക്റ്റിലാകുന്ന എയ്മിക്ക് ഈ വീട്ടിൽ ഡീമൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അയാളുടെ ഫേവറേറ്റ് കേക്ക്സ് ഉണ്ട്. അത് നശിപ്പിക്കണം, അതാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടി ആ കേക്കുകൾ തപ്പിപ്പിടിക്കുകയാണ്. ഇതേ സമയം എയ്മിയുടെ അടുത്തുള്ള വിൽ അവന്റെ ഉള്ളിൽ അവളോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് അത് പ്രകടിപ്പിക്കുകയാണ്. എയ്മിയുടെ ആത്മാവുമായി ഡീമൻ നരകത്തിലേക്ക് പോയാൽ താനും ആത്മഹത്യ ചെയ്ത് നരകത്തിലേക്ക് എത്തുമെന്നാണ് വിൽ പറയുന്നത്. വില്ലിന്റെ ആത്മാവിനോട് ഒരു രീതിയിലും താല്പര്യമില്ലാത്ത ഡീമൻ നരകത്തിലേക്ക് വില്ല് എത്താതിരിക്കാനായി എയ്മിയുടെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ആ ചെറിയ പെൺകുട്ടിയിലെ ഗ്രേസ് അവളുടെ ശരീരത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശരീരത്തെ ഡീമനുള്ള ഗ്രേസ് തറയിൽ ഒരു കുഴി കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഹെല്ലിലേക്കുള്ള പോർട്ടലാണ്. 3:15 ആകുമ്പോൾ ആ ഒരു പോർട്ടൽ ഓപ്പൺ ആകും. അങ്ങനെ അതുവഴി ഗ്രേസ് ഹെല്ലിലേക്ക് ബലി നൽകപ്പെടും. ഈ സമയം ഇത് തടയാനായി ഉപ്പ് വേണം. പക്ഷെ ആ വീട്ടിൽ അപ്പോൾ ഉപ്പൊന്നും അവൈലബിൾ ആയിരുന്നില്ല. അപ്പോഴാണ് പാട്രിക് വില്ലിന്റെ പേസ്റ്റിന്റെ കാര്യം ആലോചിക്കുന്നത്. അതിൽ ആവശ്യത്തിൽ കൂടുതൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ പാട്രിക് ആ പേസ്റ്റ് ഈ പോർട്ടൽ അടയ്ക്കാനായി അതിലേക്ക് എടുത്തിടുന്നു. അങ്ങനെ പോർട്ടൽ ഫ്രീസ് ആകുന്നു. അത് പക്ഷെ അല്പനേരമേ നീണ്ടു നിന്നുള്ളൂ. പോർട്ടൽ വീണ്ടും ഓപ്പൺ ആവുകയും ഗ്രേസ് പെട്ടെന്ന് എയ്മിയെ പിടിച്ചു വലിച്ച് ആ പോർട്ടലിലേക്ക് ചാടുകയും ചെയ്യുന്നു. ഈ ടീം അവിടെ ഉണ്ടായിരുന്ന ഡീമന്റെ ആ ഒരു കേക്ക്സ് ഇവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. വില്ല് ഉടനെ തന്നെ ആ കേക്കുകൾ നശിപ്പിക്കുകയാണ്. ആ സമയം ആ കേക്കിൽ നിന്ന് പച്ച നിറത്തിലുള്ള ഒരു ദ്രാവകം വെളിയിലേക്ക് തെറിക്കുന്നുണ്ടെങ്കിലും ആ കേക്ക് നശിച്ചതോടുകൂടി പോർട്ടലിലേക്ക് വീണതിനേക്കാൾ വേഗത്തിൽ പുറത്തേക്ക് എയ്മിയും ഗ്രേസും വരുന്നു. ഇവർക്ക് ഹെല്ലിലേക്ക് എത്താൻ സാധിക്കും മുന്നേ ഡീമൻ അതിന്റെ അടയാളമായി അവിടെ ഉണ്ടാക്കി വെച്ച കേക്ക് നശിപ്പിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. എന്തായാലും പുറത്തേക്ക് എത്തിയ ഗ്രേസും വില്ലും നോർമൽ ആയിട്ടാണ് പെരുമാറുന്നത്. അപ്പോഴേക്കും 3:15 കഴിഞ്ഞതുകൊണ്ട് തന്നെ പോർട്ടൽ അടയുന്നു. ഇനി പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഉണ്ടായിരുന്ന ഡീമൻ തിരിച്ചുപോയി. ഇവിടെ ഉണ്ടായിരുന്ന ആത്മാക്കൾക്കും ശാന്തി കിട്ടിപ്പോയി നോർമലായെന്ന് പാട്രിക്കിന്റെ കൂട്ടുകാരി പറയാണ്. അങ്ങനെ ഈ വീട് തങ്ങൾക്കിനി വേണ്ട. ഇപ്പോ സത്യങ്ങളെല്ലാം അറിഞ്ഞും വില്ല് ഈ വീട് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ വില്ല് തന്നെ ഇവിടെ താമസിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഫാമിലി പോകാനായി നിൽക്കുന്നു. വില്ലാണെങ്കിൽ തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ എയ്മിയെ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിൽ അതിന് ഒരു കാരണമായി മാറിയ ഈ വീട് തന്നെ തനിക്ക് താമസിക്കാനായി വേണമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവരുടെ യാത്ര പറഞ്ഞ് ഗ്രേസും ഫാമിലിയും പോകാനായി കാറിൽ കയറിയിരിക്കുന്നു. പക്ഷെ ആ സമയത്ത് ഗ്രേസ് വില്ലിനെ നോക്കി വളരെ ഗൂഢമായി ചിരിക്കുന്നുണ്ടായിരുന്നു. ആ ചിരിയിൽ നിന്ന് തന്നെ ഒന്നും കഴിഞ്ഞിട്ടില്ല, ഒരു ചെറിയ ഇടവേള മാത്രമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഇതോടുകൂടി ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.